സോ നമ്മുടെ ഫാമിലിയിലൊക്കെ ഒരു കുഞ്ഞ് പറക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു സന്തോഷമാണല്ലേ. അപ്പോൾ ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് നമ്മൾ ആക്ച്വലി പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ? യെസ്, ഒരുപാട് ഫാമിലീസ് ആ കുഞ്ഞിനെ വരവേൽക്കാനായിട്ട് ഇഷ്ടംപോലെ കാര്യങ്ങളാണ് ചെയ്തത്. ക്രിബ് ഇത് ചെയ്യുന്നു, അതുപോലെ തന്നെ നമ്മൾ കംപ്ലീറ്റ്ലി ആ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. പക്ഷെ വാട്ട് ഇഫ് ഈ കുഞ്ഞിന് ഒരു ഡിസബിലിറ്റി ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഡൗൺ സിൻഡ്രോമോ ഓട്ടിസം ആയിട്ടുള്ള ഒരു കുഞ്ഞാണ് നമ്മുടെ ഈ ഫാമിലിയിലേക്ക് വരുന്നുള്ളതെന്ന് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാലോ, അത് നമുക്ക് സഹിക്കാൻ പറ്റുമോ? നമുക്ക് താങ്ങാനായിട്ട് പറ്റുമോ? Hello all, I'm Mary Freezy, speech language pathologist from Shravana Speech and Hearing Center. What kind of situation do you think that parenting has taken a turn? സോ നമ്മുടെ പഴയ കാലത്തെ പേരൻറ്റിങ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറേ ആൾക്കാർ വീട്ടിലുണ്ട്. ഒരു ഫാമിലിയിൽ അമ്മയുണ്ട്, അച്ഛനുണ്ട്, അമ്മച്ചിയുണ്ട്, അപ്പച്ചനുണ്ട്, ഒരുപാട് ആൾക്കാർ ചുറ്റുമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞ് ആ ഫാമിലിയിലേക്ക് പിറക്കുമ്പോൾ ആ കുഞ്ഞ് വലിയൊരു ലോകമാണ് കാണുന്നത്, ഒരുപാട് ആൾക്കാരെയാണ് കാണുന്നത്. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയാണോ? ഒരു കുഞ്ഞ് പറക്കുമ്പോൾ ആകെ അച്ഛനമ്മേനും കാണുന്നു. 4 ചുവരുകൾക്കുള്ളിലാണ് ഈ കുഞ്ഞിൻ്റെ എൻറ്റയർ ലൈഫ് അവർ ജീവിച്ച് തീർക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ക്രീൻ ടൈം, TV ഇതൊക്കെ ഭയങ്കര പ്രിവിലൻ്റ് ആണ്. ഒരു കുഞ്ഞിനെ എൻഗേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പണ്ടത്തെ പോലെയല്ല, അവർ ഓടിക്കളിക്കാനും പറമ്പിൽ കളിക്കാനായിട്ട് ആരും വിടുന്നില്ല. അവർ ഓൺലി നമ്മൾ പറയുന്ന ആ ഒരു സ്ക്രീൻ നോക്കുക, അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഇതായിട്ട് ഫിക്സ്ഡ് ആയിട്ടാണ് നമ്മൾ അവരെ വളർത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ആസ്പെക്ട്സിനെ അത് പുൾ ഡൗൺ ചെയ്യുന്നു. അവർക്ക് സോഷ്യലൈസ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് അവസ്ഥകൾ വരുന്നു. ആൻഡ് ദെൻ ഇവൻച്വലി എന്താ പറ്റുന്നത്? ഒരു കുഞ്ഞിനെ സ്പീച്ച് തെറപ്പി സെൻ്ററിലേക്ക് കൊണ്ടുപോയി നമ്മൾ പറയും, കുഞ്ഞിനെ സോഷ്യലൈസ് ചെയ്യാൻ അറിയുന്നില്ല, ആരും നോക്കുന്നില്ല, ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. അപ്പം എപ്പോഴും പേരൻസ് ചിന്തിക്കുന്ന ഒരു കാര്യം, അത് നമ്മുടെ തന്നെ ഫോൾട്ടാണോ, അതോ നമ്മൾ അവർക്ക് ആ ഓപ്പർച്യൂണിറ്റി കൊടുക്കാത്തതാണോ എന്നുള്ളതാണ്. ഇനി ഒരു ഫാമിലി ജോയിൻറ്റ് ഫാമിലി ആയിട്ട് നിൽക്കുന്ന ഒരു ഫാമിലി ആണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഇപ്പം നമ്മൾ വാശി കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അതായത് അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും അവർ സാധിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് ആ കുഞ്ഞിനൊരു ചോക്ലേറ്റ് വേണോ, അല്ലെങ്കിൽ ഐസ്ക്രീം വേണോ, എന്താണെങ്കിലും ഒരുപാട് ആൾക്കാരും ചുറ്റും നിന്നിട്ട് സാധിച്ചു കൊടുക്കാനായിട്ട്. പണ്ടത്തെ പോലെയൊന്നും ഇപ്പോഴത്തെ നമ്മൾക്ക് കുഞ്ഞുങ്ങളെ തല്ലാനായിട്ട് പറ്റില്ല കേട്ടോ. കാരണം തല്ലിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു കുറ്റായിട്ടാണ്. പണ്ടൊക്കെ അങ്ങനെയല്ല, നമ്മൾ തല്ലിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് ആ കുഞ്ഞ് ചിന്തിക്കാനായിട്ടുള്ളൊരു കുഞ്ഞിന് കഴിവാണ് അവിടെ ഡെവലപ്പാക്കി പണ്ടത്തെ ആൾക്കാരെ എടുത്തിരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ വാട്ട് ഇസ് ഇറ്റ്, നമുക്ക് ആ ഒരു കുറ്റായ കാരണം കൊണ്ട് തന്നെ ആ കുഞ്ഞിൻ്റെ ലൈഫ് കംപ്ലീറ്റ്ലി ഒരു സ്റ്റാൻഡ് സ്റ്റില്ല് വരിക. കുഞ്ഞിന് തന്നെ ചിന്തിക്കാൻ പറ്റുന്നില്ല, എന്തിനാണ് പേരൻസ് ഇങ്ങനെ എന്നോട് ബിഹേവ് ചെയ്തത്, അല്ലെങ്കിൽ എന്തിനാണ് പേരൻറ്റ് അങ്ങനെ ചെയ്തതെന്നുള്ളത് കുഞ്ഞിന് ചിന്തിക്കാനായിട്ട് പറ്റാത്തൊരവസ്ഥയിലാണ് നമ്മൾ കടന്നു പോകുന്നത്. മാമിന്റെ അഭിപ്രായത്തിൽ എന്താണ് ഹെൽത്തി സിബ്ലിംഗ് റിലേഷൻഷിപ്പ്? സോ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ഒരു കുട്ടിയല്ല, 2-3 പിള്ളേരൊക്കെ ഒരു വീട്ടിൽ വരുമ്പോഴത്തേക്കും ആ പിള്ളേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹൃദം കൂടാനും, അല്ലെങ്കിൽ ആ പിള്ളേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ടും ഒരുപാട് ഡിഫിക്കൽട്ടീസ് കണ്ടുവരുന്നുണ്ട്. ചിലപ്പോൾ മൂത്ത കൊച്ചിനായിരിക്കും പേരൻസ് ഒരുപാട് പ്രയോറിറ്റീസ് കൊടുക്കുന്നത്. 2ാമത്തെ കൊച്ചും 3ാമത്തെ കൊച്ചും വരുമ്പോൾ പേരൻസ് പ്രയോറിറ്റീസ് പകുതിയായിട്ട് അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് കുറയ്ക്കുക ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എന്താ, മൂത്ത കൊച്ചിന് ഭയങ്കര ഫ്രസ്ട്രേഷൻ ബിൽഡ് ചെയ്യുക. നമ്മുടെയൊക്കെ വീടുകളിലൊരു വാവ ജനിക്കുമ്പോൾ, അതായത് 2ാമത്തെ കൊച്ചാണെന്നുണ്ടെങ്കിൽ മൂത്ത കൊച്ചിന് നമ്മൾ പ്രിപ്പയർ ചെയ്യാറുണ്ടോ? നമ്മൾ പറയാറുണ്ട്, നിനക്കൊരു അനിയനോ അനിയത്തിയോ വരുന്നുണ്ട്, അവരെ നീ കരുതണം, നീ നോക്കണം, നീയാണ് ചേട്ടൻ, നീയാണ് ചേച്ചി എന്ന് നമ്മൾ പറഞ്ഞ് അവരെ കൂട്ടി നിർത്താറുണ്ടോ? അത് ശരിക്കും പേരൻസ് ചിന്തിക്കേണ്ട ഒരു കാര്യം. പലപ്പോഴും എന്താ സംഭവിക്കുന്നത്, 2ാമത്തെ കൊച്ച് അല്ലെങ്കിൽ 3ാമത്തെ കൊച്ച് ഫാമിലിയിലേക്ക് വരുമ്പോഴത്തേക്ക് മൂത്ത കൊച്ചിന് സൈഡാക്കുക ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും ഒരു സിനിമ കണ്ടിട്ടുണ്ടാവല്ലോ, എൻ്റെ വീട് അപ്പൂൻ്റെ എന്ന് പറഞ്ഞൊരു സിനിമ. ഇനീഷ്യലി അവിടെ ആ കുഞ്ഞ് വരുമ്പോൾ ആ കുഞ്ഞിന് ഭയങ്കരമായിട്ട് ലവും കെയറും കൊടുത്ത് ഈ പേരൻസ് വളർത്തുന്നത്. പക്ഷെ 2ാമത്തെ കുഞ്ഞ് വരുമ്പോൾ എന്നാ സംഭവിക്കുന്നത്, ഈ മൂത്ത കുഞ്ഞിൻ്റെ മനസ്സിൽ തോന്നുവാണ് എന്നെ ആർക്കും വേണ്ട, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എപ്പോഴും പ്രശ്നമായിട്ട് അവർ കാണുന്നത്, അവനെ മാറ്റി നിർത്തുക ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവൻ ആ 2ാമത്തെ കൊച്ചിനെ കൊല്ലാനായിട്ടുള്ള ദേഷ്യം വന്നിട്ട്, നിങ്ങൾക്കറിയാം ആ സിനിമയിൽ പിന്നെ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത്. സോ ഇത് കുഞ്ഞിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഇപ്പോഴത്തെ കാലത്തും കുഞ്ഞുങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അത് പേരൻറ്റിങ്ങിൻ്റെ ഒരു ഭാഗമാണ്. അവരെ കംപ്ലീറ്റ്ലി തയ്യാറെടുപ്പിൽ കൂടെ കൊണ്ടുപോവുക എന്നുള്ളത് അത് പേരൻറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. അത് പേരൻസ് ചെയ്തിരിക്കണം. നിങ്ങൾ ഫാമിലി പ്ലാനിങ് ചെയ്യുമ്പോൾ ഇതും അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ആണ്. 2ാമത്തെ കൊച്ച് വരുമ്പോൾ മൂത്ത കൊച്ചിനെ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നത് പേരൻറ്റിങ്ങിൻ്റെ വലിയൊരു ഭാഗമാണ്. എങ്ങനെയാണ് പാരൻസ് കുട്ടികളുടെ കാര്യത്തിൽ റെസ്പോൺസിബിലിറ്റി ഷെയർ ചെയ്യേണ്ടത്?
എപ്പോഴും എല്ലാവരും പറയുന്നത് അമ്മമാരാണ് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അമ്മയുടെ ജോലി വിടുന്നു, അമ്മ നോക്കണം. ഒരു കുഞ്ഞ് ശരിയായിട്ടുള്ള ബിഹേവിയേഴ്സ് സൊസൈറ്റി കാണിച്ചില്ലെങ്കിൽ അമ്മ അതിനെ തിരുത്തിയില്ല എന്നാണ് പറയുന്നത്. ഈ ഒരു കോൺസെപ്റ്റ് ഫാമിലീസ് ഒക്കെ മറന്നു പോകുന്നത്. ഒരു കുഞ്ഞ് ഈ ലോകത്തിലേക്ക് വരുന്നതിന് മുമ്പ് അമ്മ മാത്രമല്ല അച്ഛനും കാരണമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പാരന്റിംഗ് എന്ന് പറയുന്നത് ഷെയർഡ് റെസ്പോൺസിബിലിറ്റിയാണ്. അമ്മയ്ക്ക് എത്രയും റെസ്പോൺസിബിലിറ്റി ഉണ്ടോ ആ സെയിം റെസ്പോൺസിബിലിറ്റി തന്നെ ഫാദറും അപ്പനും ഉണ്ട്. പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ പറയുകയെന്നുണ്ടെങ്കിൽ അമ്മ ജോലിക്ക് പോവാതെ വീട്ടിൽ ആ ഫാമിലീനെ കരുതി ഫാമിലീനെ നോക്കിയിരിക്കുന്ന ഒരു അവസ്ഥ. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. ഇന്നത്തെ കാലത്ത് as much as what the mother has importance, അത്രയും തന്നെ ഫാദറിനും ഇമ്പോർട്ടൻസും ഉണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ആ ഷെയർഡ് റെസ്പോൺസിബിലിറ്റി കോൺസെപ്റ്റ് ഒരുപാട് ആൾക്കാർക്ക് ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നില്ല. പലപ്പോഴും ഫാമിലീസിൽ മെയിൻ പ്രശ്നങ്ങൾ വരുന്നതിൻ്റെ മെയിൻ കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഈ ഉൾക്കൊള്ളാനായിട്ട് പറ്റാത്തൊരു സാഹചര്യമാണ്. ശ്രവണിയിൽ വരുന്ന ഒരുപാട് ഫാമിലീസിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, പേരൻസിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ല, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളത്. ആൻഡ് ഇവൻച്വലി ഈ കുട്ടി ഇത് കണ്ടാ വളരുന്നത്, അതായത് അമ്മയും അച്ഛനും റെസ്പോൺസിബിലിറ്റി ഷെയർ ചെയ്യാത്തൊരവസ്ഥ, അല്ലെങ്കിൽ അമ്മയും അച്ഛനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രോപ്പർ നീഡഡ് റെസ്പോൺസിബിലിറ്റി കാഴ്ചവെക്കാത്തൊരവസ്ഥയെ കുട്ടി കണ്ടുവരുന്നത്. അതുകൊണ്ട് എന്താ, ദ ചൈൽഡ് ബിക്കംസ് ലേസി. പിന്നെ അതുപോലെ തന്നെ ദ ചൈൽഡ് ഡസന്റ് വാണ്ട് ടു ഡു എനിത്തിങ്. ഇവൻച്വലി നമ്മൾ പറയുന്നത് എന്താ, ഈ കുട്ടിക്ക് മടിയാണ്, ഈ കുട്ടിക്ക് ചെയ്യാനായിട്ട് താല്പര്യമില്ല. പക്ഷെ അവൻ കണ്ട് വളരുന്നത് എവിടെ നിന്നാന്നുള്ളതാണ് നമ്മൾ മിസ്സാക്കി പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു മിസ്റ്റേക്ക് കാണിക്കരുത്. കാരണം എപ്പോഴും ഒരു കുഞ്ഞിന്റെ ലൈഫിൽ പേരൻസിന്റെ കൊടുക്കുന്ന ആ ഒരു സ്ഥാനം, അതായത് അവന്റെ റോൾ മോഡൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവന്റെ അപ്പനും അമ്മയാണ് പറയാനായിട്ടുള്ള ഒരു ആ ഒരു കരുത്ത് അവന് നൽകണം. ആ കരുത്ത് നൽകുന്നത് എങ്ങനെയാണ്? നിങ്ങൾ പറഞ്ഞു കൊടുക്കണ്ട, മോനെ നീ അത് ചെയ്യും, മോനെ നീ ഇത് ചെയ്യുന്ന പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇറ്റ് ഈസ് യു ഹാവ് ടു ലിവ് അക്കോർഡിംഗ്ലി. യു ഹാവ് ടു ലിവ് എ ലൈഫ് ടു സെറ്റ് എൻ എക്സാമ്പിൾ. കുഞ്ഞിനെ അത് കണ്ടിട്ട് ജീവിക്കാനായിട്ട് ഒരു എക്സാമ്പിളായിട്ട് എടുക്കാനായിട്ട് പറ്റുവാന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ വേറൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ദിസ് ഇസ് എ റൈറ്റ് പാത്ത് ദാറ്റ് യു ആർ ലീഡിങ് ടു എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പാക്കാം. സോ ശ്രവണ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് സെന്ററിൽ വന്ന് ഒരു ഫാമിലിനെ കുറിച്ച് പറയുവാന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് ഡിഫിക്കൽട്ടീസിൽ കൂടെ കടന്നു പോയിട്ടായിരുന്നു ഈ ഫാമിലി ഞങ്ങളുടെ അടുത്തോട്ട് വന്നത്. ഒരു മേജർ കൺസേൺ, കുഞ്ഞ് അറ്റൻറ്റീവ് അല്ല, കുഞ്ഞിന് ഒരുപാട് ബിഹേവിയേഴ്സ് കാണിക്കുന്നു, അതുപോലെ തന്നെ അവൻ്റെ പിയർ ഗ്രൂപ്പായിട്ട് മിങ്കിൾ ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നുള്ള ഡിഫിക്കൽട്ടീസ് ആയിരുന്നു ഈ പേരൻസ് ഞങ്ങളുടെ അടുത്തോട്ട് വന്ന് പറഞ്ഞത്. സോ എപ്പോഴും ഞങ്ങൾ ചെയ്യുന്നൊരു കാര്യം എന്താണെന്നുണ്ടെങ്കിൽ വി ഹാവ് എ സെക്ടർ ഫോർ ഫാമിലി കൗൺസിലിംഗ്. ഈ ഫാമിലി കൗൺസിലറിൻ്റെ അടുത്ത് ഈ ഫാമിലി പോയപ്പോഴത്തേക്കും ഒരുപാട് കാര്യങ്ങൾ അൺവീൽ ചെയ്തു. ഞങ്ങൾക്ക് മനസ്സിലായൊരു കാര്യമുണ്ട്, ഈ കുഞ്ഞിൻ്റെ ബിഹേവിയേഴ്സ് അല്ലെങ്കിൽ ഈ കുഞ്ഞിൻ്റെ ഡിഫിക്കൽട്ടീസ് വരുന്നത് ആക്ച്വലി അവൻ പ്രശ്നക്കാരനായ കാരണം കൊണ്ടല്ല കേട്ടോ. ആക്ച്വലി ഡിഫിക്കൽട്ടീസ് വരുന്നത് അവൻ്റെ ഫാമിലിയിൽ അവൻ കണ്ട് വളരുന്ന കുറേ കാര്യങ്ങളുണ്ട്. എപ്പോഴും അവൻ്റെ അമ്മേനെ അവൻ്റെ അച്ഛൻ തല്ലുന്നു, അതുപോലെ തന്നെ അവൻ ഭയങ്കരമായിട്ട് കാണുന്നത് അമ്മ ഭയങ്കരമായിട്ട് അലറുന്നു, ഷൗട്ട് ചെയ്യുന്നു. അപ്പം ഈ കുഞ്ഞ് അത് മിമിക് ചെയ്യുകയാണ് ചെയ്തത്, അതുപോലെ തന്നെ ഇമിറ്റേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. പക്ഷെ പുറമേന്ന് കണ്ട ആൾക്കാർക്ക് അവർ വിചാരിച്ചിരിക്കുന്നത് ഈ കുഞ്ഞിന് ആക്ച്വലി ഒരു പ്രശ്നമുള്ള കാരണം കൊണ്ടാണ് ഈ കുഞ്ഞ് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു കൗൺസിലിംഗ് സെഷൻ അല്ലെങ്കിൽ ഒരുപാട് കൗൺസിലിംഗ് സെഷൻസ് എടുത്തു കഴിഞ്ഞ് ഈ പേരൻസിന് മനസ്സിലായൊരു കാര്യം എന്താണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓൾ സ്റ്റാർട്ടിങ് വിത്ത് പേരൻറ്റിങ് ആസ്പെക്ട്സ് തന്നെ മാറിയപ്പോൾ, അല്ലെങ്കിൽ പേരൻസിൻ്റെ ആ ഒരു ചിന്താഗതി തന്നെ, അവരുടെ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ഈച്ച് അതർ തന്നെ മാറിയപ്പോൾ ഈ കുഞ്ഞിൻ്റെ ബിഹേവിയേഴ്സും അതുപോലെ തന്നെ ഈ കുഞ്ഞിൻ്റെ എൻറ്റയർ വേ ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ്, എൻറ്റയർ വേ ഓഫ് ലിവിങ് തന്നെ മാറി. അപ്പോൾ യു സി അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് തന്നെയാണ് മാറിയിരിക്കുന്നത്. അപ്പോൾ ഇഫ് എറ്റ് ഓൾ ഒരു ഫാമിലി ഇങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റോ ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ കൂടി കടന്നു പോകാന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ മാത്രമല്ല, അത് നിങ്ങളുടെ കുഞ്ഞിനെയും കൂടി എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഈവൻ ബിഫോർ ഒരു കുഞ്ഞ് ഈ ലോകത്തേക്ക് വരുന്നതിന് മുമ്പ്, ഈവൻ ബിഫോർ നമ്മൾ ജന്മം നൽകാനായിട്ട് തീരുമാനിക്കുന്നതിനേക്കാളും മുമ്പ് ലുക്ക് ബാക്ക്. ഇത് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണോ, അല്ലെങ്കിൽ ഇത് എനിക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണോ ഈ ഒരു വേൾഡിലേക്ക് ഒരു ലൈഫിനെ കൊണ്ടുവരാനായിട്ട്? നമുക്ക് പറ്റില്ലെങ്കിൽ, ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു, then I would suggest that do not go for a conception, because ഓരോ ഫാമിലി is different. Totally agree. ഓരോ ഫാമിലിക്കും അവരുടേതായ പോരായ്മകളുണ്ട്. പക്ഷേ നിങ്ങൾ ഇതൊക്കെ കൂട്ടിപ്പിടിച്ചിട്ട് വേണം നിങ്ങളൊരു കുഞ്ഞിനെ ഈ വേൾഡിലേക്ക് കൊണ്ടുവരാനായിട്ട്. ആ കുഞ്ഞ് എന്താവണം, ആരാവണം എന്നുള്ളത് ആ കുഞ്ഞിൻ്റെ ഫേറ്റ് പോലെ ഇരിക്കും. പക്ഷെ ഒരു നല്ല മനുഷ്യനാവണം എന്ന് തീരുമാനിക്കുന്നത് ആ ഫാമിലിയുള്ള അപ്പനമ്മയും തന്നെയാണ്. സോ യുവർ ചൈൽഡ് ഇസ് യുവർ റെസ്പോൺസിബിലിറ്റി. നിങ്ങളാണ് ആ കുഞ്ഞിൻ്റെ മെയിൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാർ. അപ്പം അതുകൊണ്ട് തന്നെ ഈച്ച് സ്റ്റെപ്പ് ആ കുഞ്ഞ് ഈ വേൾഡിലേക്ക് വളരുമ്പോൾ യു ഹാവ് ടു ടേക്ക് കെയർ, യു ഹാവ് ടു ടേക്ക് കൺട്രോൾ.
Can you please share your experience with WIN? സോ വിമൻ ഓൺടർപ്രനർ നെറ്റ്വർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈഡർ തോട്ടാണ് എനിക്ക് ചിന്തിക്കാനായിട്ടുള്ള ഒരു സ്പേസ് തന്നിരിക്കുന്നത്. സോ എപ്പോഴും ലൈക്ക് ഐ സേ വിമൻ ഒരു എന്താ പറയുക ഒരു അടിച്ചമർത്തപ്പെട്ട ഒരു കാറ്റഗറി ആണ് ഓഫ് ലൈഫ്. ബിക്കോസ് വിമൻ ഹാസ് സോ മച്ച് റെസ്പോൺസിബിലിറ്റി. വർക്ക് ഉണ്ട്, ഫാമിലി ഉണ്ട്, അതുണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ ഈ ഒരു വിമൻ ഓൺടർപ്രനർ നെറ്റ്വർക്ക് സെറ്റ് അസൈഡ് ഓൾ റെസ്പോൺസിബിലിറ്റീസ്. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു എൻലൈറ്റ്മെന്റ് ആണ് തരുന്നത്. ഈച്ച് ആൻഡ് എവറി മെമ്പർ, ഇപ്പോൾ വിമൻ ഓൺടർപ്രനർ നെറ്റ്വർക്ക് കോട്ടയം ചാപ്റ്ററിലാണെങ്കിൽ ഈച്ച് മെമ്പർ ഇൻ ദ വിമൻ സൊസൈറ്റി ഹിയർ വിത്ത് ദ കമ്മ്യൂണിറ്റി ഹിയർ ഇസ് ഹെൽപ്പിംഗ് അസ് ഡെവലപ്പ്. നമ്മുടെ പോസിറ്റീവ്സ് എന്താണ് അല്ലെങ്കിൽ നമ്മൾ എന്താണെന്നുള്ളത് അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡെവലപ്പ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ എന്താണെന്നുള്ളത് അവർ യുനോ ഈ വേൾഡിനെ കാണിക്കാനായിട്ടാണ് അവർ ശ്രമിക്കുന്നത്. നമുക്കൊരു സ്കില്ലുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ ഈ ഒരു കമ്മ്യൂണിറ്റി is actually trying to bring us up in that skill. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐ ഫീൽ വിമൻ ഓൺടർപ്രനർ നെറ്റ്വർക്കിൽ ശരിക്കും വന്നത് ഇറ്റ് ഈസ് എ ബിഗ് ബ്ലെസ്സിങ് ആൻഡ് നോട്ട് ഓൺലി ദാറ്റ് ഇറ്റ് ഈസ് എ ബിഗ് ഓപ്പർച്യൂണിറ്റി ദാറ്റ് ഐ ഗോട്ട് മൈ വേ. ഇത്രയും ഇയേഴ്സ് ഓഫ് ലൈഫിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ കൂടെ കൂടിയപ്പോഴാണ് ഐ റിയലി ഫീൽ എൻറിച്ച്ഡ്. ഐ ഫീൽ മൈ സ്കിൽസ് ആർ എൻഹാൻസ്ഡ് ആൻഡ് ഐ ഫീൽ എനിക്ക് ശരിക്കും പറഞ്ഞ ഒരു കോൺഫിഡൻസ് വന്നത് ടു ഡു സോ മെനി തിങ്സ് ഔട്ട് ഓഫ് മൈ കംഫർട്ട് സോൺ.